ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യമാണ് ഒരു നാളും എന്നുള്ള പദം. ഒരു നാളും എന്നുള്ള പദം വേദപുസ്തകത്തിൽ പല വാക്യത്തിൽ ആവർത്തിച്ചു വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വലിയ ആത്മീക സത്യങ്ങൾ, കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ, കർത്താവിൻ്റെ നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തുവാൻ ഈ ഒരു നാളും എന്ന പദം അവൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആ പദത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുകയാണ്, അതുകൊണ്ട് അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. കർത്താവാണ് തരുന്നതെങ്കിൽ അത് നിത്യമായുള്ള ജീവനായിരിക്കും, അത് നശിച്ചു പോകത്തില്ലെന്നത്രേ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടല്ലേ യോഹന്നാൻ 3:16 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ആമേൻ സ്തോത്രം, അവൻ നശിക്കുകയില്ല. അവൻ തളർന്നു പോകുവാൻ, തകർന്നു പോകുവാൻ, നശിച്ചു പോകുവാൻ, മുടിഞ്ഞു പോകുവാൻ ദൈവം സമ്മതിക്കുന്ന ദൈവമല്ല. കാരണം ദൈവം തരുന്ന ജീവൻ അത്രേ, അത് നിത്യജീവൻ അത്രേ എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിത്യജീവന് അവകാശിയായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 26-27 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആരാണ് നശിച്ചു പോകാത്തത്? ആർക്കാണ് നിത്യജീവൻ കിട്ടുന്നത്? എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾക്ക്, എന്നെ അനുഗമിക്കുന്ന ആളുകൾക്ക്, അവർക്കാണ് നിത്യജീവൻ ഉള്ളത്. നിങ്ങൾ ഒരു ഇടയനെ കണ്ടെത്തിയിട്ടുണ്ടോ? യേശുക്രിസ്തു എന്ന രക്ഷിതാവിനെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? കർത്താവിൻ്റെ ശബ്ദം കേൾക്കുകയും കർത്താവിനെ അനുഗമിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് അത്രേ ദൈവം പറയുന്നത്, ഞാനാണ് നിനക്ക് ജീവൻ തന്നത്, അതുകൊണ്ട് അത് ഒരു നാളും നശിച്ചു പോകുന്ന ജീവൻ അല്ല. രണ്ടാമത്തെ ചിന്ത യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. അതേ കർത്താവോടെ പറയുകയാണ്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, അതുകൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ ഒരു നാളും മരിക്കുകയില്ല. അവന് കർത്താവ് കൊടുത്ത ജീവൻ നിത്യജീവൻ ആയതുകൊണ്ട്, പാപത്തിൻ്റെ മരണത്തിൻ്റെ അധികാരത്തിൽ നിന്നും കർത്താവ് വീണ്ടെടുത്തത് കൊണ്ട് അവൻ ദൈവം അവനെക്കുറിച്ച് പറയുകയാണ്, അവൻ മരിക്കുകയില്ല. അതുകൊണ്ടല്ലേ യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ലാസർ നിദ്ര കൊള്ളുകയാണ്. അതുകൊണ്ടല്ലേ 17-ാം സങ്കീർത്തനം അവസാനത്തെ വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞത്, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ രൂപം കണ്ട് തൃപ്തനാകുന്നത് പോലെ, ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ കർത്താവിനെ കാണുന്നത് പോലെ, നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുമ്പോൾ ഇന്ന് വിശ്വാസത്താൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഇന്ന് കർത്താവിനെ മുഖം കണ്ട് ആരാധിപ്പാൻ ഇടയായി തീരും. അതെ കർത്താവ് പറയുകയാണ്, ജീവിച്ചിരുന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് നിത്യമായ മരണം ഇല്ല. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, എൻ്റെ അടുക്കൽ വരുന്നവന് അവന് ദാഹിക്കുകയില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. അടുത്ത ചിന്ത യോഹന്നാൻ 6:35 എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല എന്ന് അവിടെ രേഖപ്പെടുത്തുകയാണ്. ആത്മീകമായ ദാഹം മാറ്റുവാൻ, ആത്മീകമായ വിശപ്പ് മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. മനുഷ്യൻ്റെ പ്രാഥമികമായ ആവശ്യത്തിൽ പെട്ടതാണ് 1 ഭക്ഷണം, 2 വസ്ത്രം, 3 പാർപ്പിടം. കർത്താവ് അതിനെക്കുറിച്ച് പറയുകയാണ്, ആമേൻ, എൻ്റെ അടുക്കൽ വരുന്ന നിങ്ങൾക്ക് വിശപ്പിനുള്ളത്, ദാഹത്തിനുള്ളത് ഞാൻ തരുന്ന ദൈവമാണ്. കർത്താവ് മറ്റൊരു ഭാഗത്തിൽ പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും പിന്നെയും ദാഹിക്കും. സ്തോത്രം. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, ദൈവവചനം കേൾക്കുവാനുള്ള ദാഹത്തെക്കുറിച്ചാണ് കർത്താവിൻ്റെ ആത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന ആമേൻ അപ്പം തിന്ന് വെള്ളം കുടിച്ച് ഈ ദിവസങ്ങളിൽ തൃപ്തി പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുന്ന ദൈവമല്ല. സ്തോത്രം. നിങ്ങളെ തള്ളിക്കളയാത്തൊരു ദൈവം, നിങ്ങളെ മറന്നു കളയാത്തൊരു ദൈവം. അവിടെ കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല. ഹല്ലേലൂയ. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഒരമ്മ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കും, പക്ഷെ കർത്താവ് നമ്മളെ മറക്കത്തില്ല കേട്ടോ. പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, പക്ഷെ കർത്താവിൻ്റെ ദയ നമ്മെ വിട്ട് മാറത്തില്ല കേട്ടോ. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറയുന്നു, നിന്നെ തള്ളിക്കളയാത്ത ദൈവം, നിന്നെ ഉപേക്ഷിക്കാത്ത ദൈവം,
നിന്നെ കൈവിടാത്ത ദൈവം, നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഒരു നാളും ദൈവം തള്ളിക്കളയത്തില്ല എന്നത്രേ അവിടെ രേഖപ്പെടുത്തുന്നത്. ഒടുവിലത്തെ ചിന്ത ഞാൻ പറഞ്ഞ് ഈ ചിന്തയെ അവസാനിപ്പിക്കാം. പുറപ്പാട് 14:13 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആമൻ, നീ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഒരു നാളും കാണുകയില്ല. ആമൻ, കടത്തിൻ്റെതാകാം, അടിമത്തത്തിൻ്റെതാകാം, രോഗത്തിൻ്റെതാകാം, ഞെരുക്കത്തിൻ്റെയാകാം, വെല്ലുവിളിയുടേതാകാം, യുദ്ധത്തിൻ്റെതാകാം, സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയാകാം. ഏത് മിസ്രൈമാണ് നീ അനുഭവിക്കുന്നത്, ഏത് ഈജിപ്തിൻ്റെ പോരാട്ടമാണ് നീ അനുഭവിക്കുന്നത്, ഏത് മിസ്രൈമ്യ ബന്ധനത്തിലാണ് മുന്നോട്ട് പോകുവാൻ കഴിയാതെ, ചെങ്കടൽ പോലെ, ഫറവോൻ പോലെ, ആമൻ, ഗോലിയാത്ത് പോലെ, സെരുബാബേലിന്റെ മുമ്പിൽ നിന്ന മഹാപർവ്വതം പോലെ, കുന്നുകൾ പോലെ, മലകൾ പോലെ നിന്റെ മുമ്പിൽ അവൻ ധാരാളം പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ കർത്താവ് പറയുകയാണ്, ഒരു നാളും നമ്മെ കൈവിടാത്ത, ഒരു നാളും നമ്മെ ഉപേക്ഷിക്കാത്ത, ഒരു നാളും ഇനി ആ ബന്ധനം കാണുവാൻ അനുവദിക്കാത്ത, ഒരു നാളും തള്ളിക്കളയാത്ത, ഒരു നാളും ആമൻ നമ്മെ ഉപേക്ഷിക്കാത്ത, ആമൻ സ്തോത്രം, ഒരു നാളും വിശക്കുവാൻ ദാഹിക്കുവാൻ അനുവദിക്കാത്ത, ഒരു നാളും നിത്യമായ മരണത്തിന് വിട്ടുകൊടുക്കാത്ത, ഒരു നാളും ആമേൻ സ്തോത്രം, ആമേൻ നശിച്ചു പോകാതെ നിത്യജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ആദ്യമായിട്ടാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്താട്ടെ. ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, ബെൽ ബട്ടൺ അമർത്താം. എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കുമ്പോൾ തന്നെ നാളെ മറ്റൊരു മെസ്സേജുമായി കാണും വരെയും കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.